1396 കബത്തിന്റെ കില്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ അകത്ത് പോയി വെർച്വൽ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈ നേരെ ഈ ഷോസ് ഇവിടെ ഫനാറിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നോമ്പാണെങ്കിൽ രാത്രി തീറ്റ മത്സരമായിട്ട് നമ്മൾ കാണുന്നത്. വെൽക്കം ബാക്ക്. നമ്മൾ 25ാമത് നോമ്പ് തുറക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തം മുനീർ നമുക്ക് തരുന്ന ഇഫ്താർ പാർട്ടിയാണ്. നമ്മൾ പോകുന്നത് അൻഹാലിലുള്ള ഹയാ കഫ്റ്റീരിയലാണ്. അകത്തോട് കൂടി നോമ്പർക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആളുകളുണ്ട്. ബാങ്കോടത്തോട് കൂടി എല്ലാവരും നോമ്പ് കയറുന്നുണ്ട്. ശേഷം നമ്മൾ മുനീർച്ചാന്റെ വൈഫിന്റെ ഒപ്പം മരിച്ചിട്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സദസ്സും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ശേഷം ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്ത കൂടി എല്ലാവരും തിരക്കിലായി. നമ്മളെ കണ്ടിട്ട് സൈനു ദാരുവിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മളും ഫ്ലൈറ്റ് എടുത്ത് ഫുഡ് കഴിക്കാന്നുള്ളതാക്കി കുറച്ച് ഗീ റൈസും അതുപോലെ തന്നെ അപ്പോൾ നല്ല ബീഫ് കുറുമ ചിക്കൻ കറി എടുത്ത് കഴിച്ച് നേരെ ഒരു ചായ എടുത്ത് പുറത്തിറങ്ങി. ചായക്കൊന്നുമില്ലെന്ന് ആലോചിച്ചോട് കൂടി മുസ്ലിം കുറച്ച് സ്നാക്സ് ഒക്കെ തന്നെ മുട്ടിച്ചോക്ക് നല്ല അടിപൊളി സമൂസ കുറച്ച് സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പീസ് കഴിച്ചപ്പോൾ നാട്ടിലുള്ള അടിപൊളിയായിട്ടുള്ള മൈസൂർ പാളം കിട്ടി. ശേഷം തറാവിസ്കരിക്കുള്ള സമയം കൂടി അഫ്സൽ ബ്രോ വണ്ടിയിട്ട് വന്നിട്ട് നേരെ പോയത് ഗ്രാൻഡ് മോസ്കിൽ കയറുന്നുണ്ട്. നൈറ്റിലൊക്കെ ഗ്രാൻഡ് മോസ്കിന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ അകത്ത് വരെപ്പോൾ അവിടെ ക്ലാസുകളൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫനാറിൽ കയറുന്നുണ്ട്. ഫനാറിൽ മക്കന്റെ വിർച്വൽ ഷാറ്റ് എടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം നമ്മൾ ഖത്തറിൽ പോയിട്ട് മടങ്ങിയതായിരുന്നു. ഇന്ന് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളതാക്കിയിട്ടുണ്ട്. ഫനാറിന്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് കയറ്റി നമ്മൾ അകത്ത് കയറിയപ്പോൾ 1396 കബത്തിന്റെ കില്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ അകത്ത് പോയി വെർച്വൽ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈ നേരെ ഈ ഷോസ് ഇവിടെ ഫനാറിലുണ്ടായിരിക്കും. എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എല്ലാം നമ്മൾ നേരെ പോയത് റവാബി ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. റവാബി ഹൈപ്പർ മാർക്കറ്റ് പോയി കുറച്ച് സ്പൈസസ് ഒക്കെ കഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തതിന് നമ്മൾ എരിവ് മാറായിട്ട് വീണ്ടും നേരെ പോയത് സീറ്റ്സിലായിരുന്നു. സീറ്റ്സ് പോയിട്ട് നല്ല അടിയായിരുന്നു. ചുനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. കഴിക്കുന്ന സീറ്റ്സിന്റെ പേരൊന്നും അറിയില്ല. അതിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ച് നമ്മളും കഴിച്ച് ടേസ്റ്റ് ചെയ്യുന്ന അടിപൊളി. പകൽ നോമ്പാണെങ്കിൽ രാത്രി തീറ്റ മത്സരമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിൽ ബാക്കി നാളെ ബൈ ബൈ.